ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളിങ്ങോട്ട് പോകുമെന്നല്ല കേട്ടോ, അത് കുറേ മുന്നെടുത്ത് വെച്ചൊരു വീഡിയോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് ആഡ് ചെയ്തതെന്നുള്ളൂ. കാരണം ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ എന്നൊരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പോൾ അതെന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാത്ത കാരണമാണ് പണ്ടത്തെ വീഡിയോസ് ഇതിൽ ക്ലബ് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിതേ ഒരു ചായ ഉണ്ടാക്കി ഇത് നമ്മളിതാ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ID ബാറ്ററാണ്, ID ദോശ ബാറ്ററാണ് കേട്ടോ നമ്മൾ വാങ്ങാറ്. ഇവിടെ വന്നതിൻ്റെ ശേഷം തന്നെ വാങ്ങിയിട്ടുള്ളൂ. നല്ല അടിപൊളി ബാറ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചീസ് ബട്ടറൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒരു ടൈപ്പ് ദോശയാണ് കേട്ടോ. നമുക്ക് വേറെ കറികളുടെ ഒന്നിൻ്റെയും ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഒന്നുകൂടി ഇത് ഹെവി ആക്കണമെന്നുണ്ടെങ്കിൽ ഹെവി ആക്കാം, കുറേ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ട്, അതായത് എന്തെങ്കിലും ചോപ്ഡ് വെജീസോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യണം അതവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം. അതൊക്കെ ആഡ് ചെയ്തിട്ട് ഓരോരുത്തരുടെ ഡിപ്പെൻഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാനിവിടെ സിമ്പിളായിട്ടാണ് ചെയ്തത്. ഞാൻ ഒരു റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് ശരത്തനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് നമ്മൾ ദോശ നല്ല രീതിയിൽ കനം കുറച്ചിട്ട് ഇങ്ങനെ പരത്തുക, എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിൽ ബട്ടർ സ്പ്രെഡ് ചെയ്യുക കേട്ടോ. ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച്, ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ബട്ടർ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ അതിൽ മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഷ്രെഡഡ് മൊസറല്ല ചീസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ചീസിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. അതല്ല, ഞാൻ ഒരു മീഡിയം ഇതിലാണ് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറച്ച് അതിൻ്റെ മുകളിൽ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നമ്മൾ ദോശ ഒന്നിങ്ങനെ നടുവായിട്ട് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, എപ്പോഴാണ് മടക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മൊസറല്ല ചീസ് നന്നായിട്ട് ഇങ്ങനെ മെൽട്ടായിട്ട് വരുന്ന ആ ഒരു സമയത്താണ് നമ്മളിതിങ്ങനെ മറച്ചിട്ടുണ്ട്. രണ്ട് ഭാഗം നല്ല രീതിയിൽ തന്നെ ഒന്നിങ്ങനെ മുരിഞ്ഞ ടൈപ്പിൽ ആ ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ദോശയുടെ പണി കഴിഞ്ഞു കേട്ടോ. നമ്മളിങ്ങനെ നല്ല രസമാണ്. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കട്ടഡ് വെജിറ്റബിൾസോ കാര്യങ്ങളോ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിന്ന് ഫുള്ള് ക്ലീനിങ് ഒക്കെ ആയിരുന്നു. നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഒരു ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു കേട്ടോ ഇന്ന്. കുറേ ദിവസമായി നമ്മളിന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട്, സാധാരണ ഒന്ന് ജസ്റ്റ് ചെയ്യുന്നല്ലാതെ ഇങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ കമ്പാർട്ട്മെൻറ്റ്സിൻ്റെ സംഭവങ്ങളൊക്കെ ശരത്തേട്ടൻ പോയിട്ട് ഫസ്റ്റ് എല്ലാതും വാഷ് ചെയ്തു. ഞാനതൊക്കെ ഫുള്ള് തുടച്ചു, നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ എല്ലാതും ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ലാസ്റ്റ് ഒരു ഫൈനലായിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഞാനിന്ന് പരിപ്പ് കുത്തിക്കാച്ചി ഉണ്ടാക്കിയിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു സംഭവം ആദ്യമായിട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ട് മുന്നേ, പക്ഷേ ഉണ്ടാക്കി നോക്കണത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. ഞാൻ അന്ന് കുഞ്ഞ് വന്നപ്പോഴും പിന്നെ ശരത്തേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ. ശരത്തേട്ടൻ എനിക്ക് ചെറിയതായിട്ടൊന്നും ഇങ്ങനെ റെസിപ്പി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾ ഇതുപോലെയാണോ ട്രൈ ചെയ്യാമെന്നും കൂടി കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിൽ വെളുത്തുള്ളി ആദ്യം നല്ല രീതിയിലൊന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ഓണിയൻ മാത്രമേ കേട്ടോ പിന്നെ ഇടുന്നുള്ളൂ. പിന്നെ അതൊന്ന് പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതിൽ ഉപ്പിട്ടു. നന്നായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ കുറച്ചധികം തന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടു കേട്ടോ. കാരണം അതിൻ്റെ ഒരു കളർ ആ ഒരു പരിപ്പിലേക്ക് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് ഒരു കുക്കറിൽ കുറച്ച് പരിപ്പ് നമുക്ക് വേവിക്കാൻ വെക്കാം. ഞാനൊരു 1 അല്ലെങ്കിൽ 2 വിസിൽ, ഇങ്ങനെ ഈ പരിപ്പ് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന രീതിയിലാവരുത്. പരിപ്പ് ഒന്ന് വെന്താൽ മതി നല്ല രീതിയിൽ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഇതിൽ ആഡ് ചെയ്യാം. ഇതേ പരിപ്പ് ഞാൻ പറഞ്ഞില്ല, നല്ല രീതിയിൽ ഇങ്ങനെ ഉടഞ്ഞിട്ടില്ല, അതേ ഒരു ടൈപ്പിൽ തന്നെയാണ് കിടക്കുന്നത്, പക്ഷെ നല്ല രീതിയിലൊന്ന് വെന്തിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് കട്ടിയാവണ രീതിയിൽ ചെയ്യാം. അതല്ല കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.